നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ആദ്യം തന്നെ ഒരു വലിയ അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മുടെ ചാനൽ വലിയ ഒരുപാട് നിയമപ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെട്ടിത്തുറന്ന് പച്ചയായ നഗ്ന സത്യങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്ന, അതേ തീവ്രമായ രീതിയിൽ തന്നെ എത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ്. അതിൽ വെട്ടിക്കുറച്ചിലുകളോ അല്ലെങ്കിൽ വെട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ല, സെൻസറിംഗ് ഒന്നുമില്ല എന്ന് പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് ഒരുപാട് നൂലാമാലകളിലൂടെ നമ്മളെ കുരുക്കിക്കൊണ്ട് സർക്കാർ സംവിധാനം, പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടും ഇവിടുത്തെ ഭരണകൂട ഭീകരത കൃത്യമായിട്ടും നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തരണം ചെയ്യാൻ മാന്യ പ്രേക്ഷകരുടെ സകലവിധ പിന്തുണയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയുടെ ആദ്യ കമന്റും മാന്യ പ്രേക്ഷകർ ഒന്ന് വായിക്കണമെന്ന്, എന്നിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള മാക്സിമം സപ്പോർട്ടുകൾ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കേരളത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് ഏതെങ്കിലും ഒരു മലയാളി ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ ചോദിക്കേണ്ടതുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, ഇടതുപക്ഷം എന്ന് പറയുന്ന ഞങ്ങളിലില്ല ഇസ്ലാമിക രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവികത മാത്രമാണ്, മനുഷ്യരക്തമാണ്, മാനവികത രക്തമാണ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഈ സംഘടന, ഈ പാർട്ടി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധ ഈ അസംബന്ധങ്ങൾ, അതല്ലെങ്കിൽ ശുദ്ധ വർഗീയത, മുസ്ലിം വർഗീയത, ഹിന്ദു വർഗീയത, ക്രിസ്ത്യൻ വർഗീയത, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് ആളിക്കത്തിക്കുക എന്ന പരിപാടി കാണുമ്പോൾ പുച്ഛം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നോക്കൂ, ഇന്ന് രാവിലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയുള്ള ഗോവിന്ദൻ, അയാൾ രാവിലെ തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു, ഒരു മതത്തിലുള്ളവർ മാത്രമാണ് ഇവിടെ രാജ്യദ്രോഹപരമായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് മുസ്ലിം മതത്തെ മാത്രം ചാരിക്കൊണ്ട് പറയുന്നത് ശരിയല്ല എന്ന് ഒരു പ്രസ്താവന KT ജലീലിന്റെ പ്രസ്താവന തള്ളുന്നു. ആരാണ് KT ജലീൽ? സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനാണോ? അതല്ലെങ്കിൽ ഇസ്ലാമിക മത വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുറാന്റെ ഉള്ളിൽ പോലും ഈന്തപ്പഴത്തിന്റെ കുരു കളഞ്ഞുകൊണ്ട് ആ കുരുവിന് ബദലായിക്കൊണ്ട് സ്വർണം നിറച്ചുകൊണ്ട് കടത്തിയെന്ന് സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്ന, ഇന്നും കേരള പൊതുസമൂഹത്തിന് മുൻപിൽ നിൽക്കുന്ന വലിയൊരു കള്ളക്കടത്തുകാരനാണോ എന്ന് പൊതുസമൂഹം സംശയിക്കുന്ന ആ ചെങ്ങാതി പറഞ്ഞത് എന്താണ്? ഇസ്ലാമിക മതസ്ഥർ മാത്രമാണ്, അതല്ലെങ്കിൽ 99.9% ഇസ്ലാമുകൾ, മുസ്ലിങ്ങൾ മാത്രമാണ് ഇവിടെ രാജ്യദ്രോഹപരമായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതെന്നും അതിൽ നിന്ന് പിന്തിരിയണമെന്നും ഇവിടെ മതശാസന, മതനിയമം, മതപ്രഖ്യാപനം നടത്തണം ഇവിടുത്തെ ഇസ്ലാമിക മതപുരോഹിതന്മാർ എന്ന് പറയുന്നു. എന്തിനാ? ഇവിടുത്തെ ഭാരതത്തിന്റെ ഭരണഘടനയെയും അതല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തെയും വിശ്വസിക്കാത്ത ഒരേ ഒരു കൂട്ടരുള്ള, ആ കൂട്ടരുടെ പേരെന്താണ്? ആ കൂട്ടരുടെ പേരാണ് മുസ്ലിം ഭീകരവാദികൾ. എങ്ങനെയാണ് KT ജലീലിന്റെ മുസ്ലിം ഭീകരവാദം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്? രാജ്യം നിരോധിച്ച, കോൺഗ്രസ് ഭരണകാലത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു സിമി എന്ന് പറയുന്ന സംഘടന. ഈ സിമി എന്ന് പറയുന്ന സംഘടനയുടെ തീപ്പൊരി നേതാവായിരുന്നു KT ജലീൽ എന്ന് പറയുന്നവൻ. പിന്നീട് ഈ സിമി നിരോധിക്കപ്പെട്ടപ്പോൾ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെടുമെന്ന അവസ്ഥ വന്ന സമയത്ത് മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുന്നു. പിന്നെയോ മുസ്ലിം ലീഗ് നിന്ന് പതിയെ പതിയെ ആ പച്ചക്കുപ്പായത്തിന്റെ മേലെ ചുവന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു. എന്നിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു. എന്നിട്ട് വിജയിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന പദവി പോലും നേടിക്കൊണ്ട് ഞമ്മന്റെ സ്വന്തം മതസ്ഥർക്ക് വേണ്ടി ഭരിച്ചവനായിരുന്നു. ഇനിയിപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുണ്ടായിരുന്നോ എന്ന് ആരെങ്കിലും സംശയിക്കുന്ന രീതിയിൽ നിന്ന് ഇപ്പോൾ മത്സര രംഗത്തുണ്ടെങ്കിൽ പോലും, MLA ആണെങ്കിൽ പോലും മന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. ആ ഇടെയാണ് ഇസ്ലാമുകൾ മാത്രമാണ് ഇവിടെ, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഭീകരവാദികളുടെയും രാജ്യദ്രോഹികളുടെയും ഒരു ജില്ലയാണ് എന്ന രീതിയിൽ തന്നെ KT ജലീൽ തന്നെ തർക്കിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ ചാനലുകാരുടെയും പിന്നെ മുക്കാൽവണ്ണ ചാനലൊക്കെ വന്നുകൊണ്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് സ്ഥാപിച്ചെടുക്കുമ്പോൾ അതിനെ തിരുത്തി പറയുകയാണ്. ആര്? ഞമ്മന്റെ ഇസ്ലാം രക്തമല്ല, ക്രിസ്ത്യൻ രക്തമല്ല, പിന്നെയോ ഈ പറയുന്ന ഹിന്ദു രക്തമല്ല, പക്ഷെ ഞമ്മക്കുള്ളത് മതവർഗീയത മാത്രം, ആളിക്കത്തിക്കൽ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഞമ്മന്റെ ഈ പറയുന്ന ഗോവിന്ദൻ വന്ന് സംസാരിക്കുന്നു. എന്നാൽ ഗോവിന്ദൻ മറ്റൊരു പ്രസ്താവന അതിന്റെ കൂടെ തന്നെ നടത്തിയിട്ടോ, KT ജലീൽ പറഞ്ഞ മതശാസന, അതല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർ ഇതിൽ ഇടപെടുന്നത് നല്ലതാണ്, രാജ്യദ്രോഹപരമായിട്ടുള്ള ഇസ്ലാമുകൾ നടത്തുന്ന ഈ പറയുന്ന സ്വർണ്ണ കള്ളക്കടത്തിൽ ഇടപെട്ടുകൊണ്ട് മതശാസനം, മതനിയമം കൊണ്ടുവരുന്നത് നല്ലതാണ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു, ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിലും നിയമത്തിലും വിശ്വസിക്കാത്ത, ഭരണഘടനയിലും വിശ്വസിക്കാത്ത ഒരു കൂട്ടർ ഇസ്ലാമിക ഭീകരരാണെങ്കിൽ മറ്റൊരു കൂട്ടർ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് എന്ന് നമ്മൾക്കറിയാം. കമ്മ്യൂണിസ്റ്റുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പോലീസ് സംവിധാനമുണ്ട്, അവരുടേതായിട്ടുള്ള കോടതികളുണ്ട്. അത്തരം കോടതികളിലൊക്കെ വിചാരണ നടത്തിക്കൊണ്ട്
ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതി ഒരുപാട് തവണ CPM തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയായാലും കോടതിയായാലും പോലീസ് സംവിധാനമായാലും ഈ പറയുന്ന ഭരണഘടനയായാലും ഇതൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ്. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്നുകിൽ ഇവിടുത്തെ ഇസ്ലാമുകളുടെ ശരിയാ നിയമപ്രകാരം മതശാസനം, മേലധ്യക്ഷന്മാരെടുക്കുന്ന നിയമം, അതല്ലെങ്കിലോ നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ എടുക്കുന്ന നിയമം, കമ്മ്യൂണിസ്റ്റുകളുടെ കോടതി, കമ്മ്യൂണിസ്റ്റുകളുടെ പോലീസ്, ഇതൊക്കെ പച്ചയ്ക്ക് പറയുക തന്നെയാണ് ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ അൻപറിക്കാക്കാന്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. അൻപറിക്കാക്കയാണോ KT ജലീലാണോ ഗോവിന്ദനാണോ ഇവിടെ ഏറ്റവും വലിയ മതവർഗീയവാദികൾ എന്ന സംശയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് 3 പേരുടെയും പ്രസ്താവനകൾ. അതിനെല്ലാം എരിവ് കയറ്റിക്കൊടുക്കുന്നതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ഈ അവസ്ഥയിലൂടെ തന്നെയല്ലേ കേരളം പോകുന്നത്? PV അൻവർ ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടത്തിയ അയാളുടെ രാഷ്ട്രീയ പ്രഖ്യാപന സമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ കേട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ പറയേണ്ടതുണ്ട്. അയാൾ നടത്തിയിരിക്കുന്നത് ശുദ്ധമായിട്ട് മതവർഗീയവാദം തന്നെയാണ്. കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ഓരോ ഭാഗങ്ങൾ ചെത്തിയെടുത്തുകൊണ്ട് അയാൾക്ക് പുതിയൊരു ജില്ല വേണമത്രേ. വേണമെങ്കിൽ ആ ജില്ലയെ നമുക്ക് കോഴിപ്പുറം എന്ന് വിളിക്കാട്ടോ. മലപ്പുറത്തിന്റെ പുറം എടുക്കുക, കോഴിക്കോടിന്റെ കോഴിയും എടുക്കുക, എന്നിട്ട് കോഴിപ്പുറം എന്ന് ചേർത്തുകൊണ്ട് ആ ജില്ലയുടെ നേതാവായി അതല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ രാജാവായിട്ട് നമ്മുടെ അൻപറിക്കാക്കയെയും ആഭ്യന്തരമന്ത്രിയായിട്ട് ഞമ്മന്റെ ജലീൽ കാക്കായിയെയും പിന്നെയോ മന്ത്രിമാരായിട്ട് ഇവിടുത്തെ സുന്നി അതല്ലെങ്കിൽ മറ്റു ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ടല്ലോ അതിന്റെയൊക്കെ മേലധ്യക്ഷന്മാരെയും നിയമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞമ്മന് സന്തോഷമായി. നമ്മൾ കേട്ടതാണ് കട്ടിംഗ് സൗത്ത് എന്ന് ഒരുപാട് കേട്ടിട്ടില്ലേ? അതിലേക്ക് എത്തിപ്പെടാവുന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ന് PV അൻവർ അടക്കമുള്ള ആളുകൾ, KT ജലീൽ അടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും മാറി ആണ് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടതുണ്ട്. ഞങ്ങളിൽ ആരാണ് കൂടുതൽ അതിനുവേണ്ടി പിന്തുണയ്ക്കുന്നത് എന്ന മത്സരം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇവിടുത്തെ മണ്ടന്മാർ എന്ന് ചോദിക്കുന്നിടത്താണ് ഇവിടുത്തെ മണ്ടന്മാർ ഇവിടുത്തെ പ്രബുദ്ധ ഹിന്ദു ആണ് ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അടിമ മലയാളിയായിട്ടുള്ള ഹിന്ദുവും പിന്നെയോ അടിമ മലയാളിയായിട്ടുള്ള ക്രിസ്ത്യാനിയും തന്നെയാണ് ഇവിടുത്തെ മണ്ടന്മാർ. ഞമ്മന് വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടാൻ, എന്തും ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ ഭരണവർഗം മത്സരിക്കുമ്പോൾ, പ്രതിപക്ഷം മത്സരിക്കുമ്പോൾ, മാറി വന്ന ഇടതും വലതും മത്സരിക്കുമ്പോൾ, ഈ നാടിനെ കുട്ടിച്ചോറാക്കി ദൈവത്തിന്റെ നാട് എന്ന ഖ്യാതിയിൽ നിന്ന് ഇസ്ലാമിക കൊടുംഭീകരന്മാരുടെ നാടാക്കി മാറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം എനിക്കാണെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മുന്നിട്ട് രംഗത്ത് വരുമ്പോൾ ഇവിടെ നാണം കെട്ട് അപമാനിതനാവുന്നത് ഈ നാട്ടിൽ ജനിച്ചു വീണ് ഈ നാട്ടിൽ മാത്രം ജീവിക്കാൻ അവകാശമുള്ള അതല്ലെങ്കിൽ ഈ നാട് വിട്ട് എങ്ങോട്ടും ഓടിപ്പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്നുള്ള ഓരോ മലയാളി ഹിന്ദുവും ഉണ്ടല്ലോ, മലയാളി ക്രിസ്ത്യാനിയും ഉണ്ടല്ലോ. ഇവൻ അടിമ കമ്മിയായും അടിമ കോൺഗ്രസ്സുകാരനായും ഇത്രയും നാൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവന്മാരെ അധികാരത്തിലേറ്റിയ നമ്മുടെ തന്നെ ശവപ്പെട്ടിയിൽ ആണിയടിക്കാൻ ആയിരുന്നു എന്ന് തിരിച്ചറിയുന്ന ആ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വേദന ഇനിയെങ്കിലും മനസ്സിലാക്കാത്ത ഇവിടുത്തെ രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് വരാനിരിക്കുന്ന ബൈ ഇലക്ഷനിൽ തന്നെയാണ്. പാലക്കാടായാലും മറ്റൊട്ടേറെ മണ്ഡലങ്ങളിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് രക്ഷ ഇവിടെ RSS എന്ന് പറയുന്ന 3 അക്ഷരം മാത്രമേ ഉള്ളൂ എന്ന് ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും എന്ന് മനസ്സിലാക്കുന്നു അന്നേ നീയൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. RSS എന്ന് പറയുന്ന മാതൃ സംഘടനയ്ക്ക് കീഴിലുള്ള BJP എന്ന് പറയുന്ന ഇന്ന് രാജ്യം ഭരിക്കുന്ന ലോകം ആദരവോടുകൂടി നോക്കുന്ന നരേന്ദ്രമോദിജി ആവട്ടെ മറ്റൊട്ടേറെ BJP നേതൃത്വമായിക്കോട്ടെ NDA എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തെ, ബലവത്തായ ആളുകളുടെ കൂട്ടത്തെ വിജയിപ്പിച്ചെടുക്കേണ്ടത് ഇവിടുത്തെ ഓരോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ആവശ്യമായി മാറിയിരിക്കുന്നു. അല്ലാതെ ഒരു BJP-കാരനോ ഒരു RSS-കാരനോ ഇവിടെ കേരളത്തിൽ നിന്നൊരു MPയോ MLAയോ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം കേരളത്തിൽ നിന്നുള്ള വോട്ട് കിട്ടിയിട്ടല്ല കേന്ദ്രം ഭരിക്കുന്നത്. പിന്നെയോ കേന്ദ്രം ഭരിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വോട്ട് കിട്ടിയിട്ടല്ല എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ വോട്ട് വേണ്ട എന്നുമുണ്ട്. അതുകൊണ്ട് കേരളം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കേരളീയർ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വോട്ടുകൾ പാഴാവാതെ അത് BJP-യിലേക്ക് ചെയ്തുകൊണ്ട് BJP-യെ വിജയിപ്പിച്ചെടുക്കുക എന്ന് മാത്രമാണ് നിങ്ങൾക്കുള്ള രക്ഷ. അല്ലാതെ BJP-കാരനോ RSS-കാരനോ അല്ല എന്ന് പച്ചയ്ക്ക് പറയട്ടെ. ഇവിടെ പുട്ടിന് പീരിയിടുന്ന പോലെ RSS എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ ലോകം ആരാധിക്കുന്ന ഇന്ന് ആദരവോടുകൂടി പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ സംഘടനയുടെ 3 അക്ഷരം കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ എന്തോ വലിയ ഭീകര സംഘടനയായി വാഴ്ത്തിക്കൊണ്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ വീണ്ടും നിങ്ങൾ മണ്ടന്മാരാവുകയാണ്, വിഡ്ഢികളാവുകയാണ് എന്ന് RSS-നെ കുറിച്ചറിയുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ KT ജലീൽമാരും PV അൻവറുമാരും പിണറായിമാരും ഗോവിന്ദന്മാരും ഒക്കെ അർമാദിച്ച് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കുന്ന രീതിയിലേക്ക് ആ ചോര കറന്നെടുത്തുകൊണ്ട് അറത്തെടുത്തുകൊണ്ട് ഇസ്ലാമിക ഭീകരർക്ക് പാനം നടത്താൻ
നടത്താൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്ന ആ ചരിത്രം അതല്ലെങ്കിൽ ആ നടപടികൾ ഉൾക്കൊള്ളുന്ന ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തലയിൽ ഇത്തിരിയെങ്കിലും വെട്ടമുദിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും KT ജലീലിന്റെയും അൻപറിക്കയുടെയും പിണറായി തമ്പുരാന്റെയും പിന്നെയോ ഗോവിന്ദൻകുട്ടിയുടെയും ഒക്കെ തനി സ്വരൂപം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി, നീ പ്രബുദ്ധനാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് അത് ഇനിയെങ്കിലും പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.